റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ ബീന മുരളി CPIയിൽ നിന്ന് രാജിവെച്ചു. കൃഷ്ണാപുരം ഡിവിഷനിൽ സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് ബീന മുരളി. ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ CPIയിൽ നിന്ന് രാജിവെച്ചു. സ്ഥാനാർത്ഥിത്വം ചൊല്ലി തൃശൂരിൽ BJPയിൽ പൊട്ടിത്തെറി. കോർപ്പറേഷൻ 41ാം ഡിവിഷനിൽ BJPക്ക് വിമത സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി സദാനന്ദൻ വാഴപ്പള്ളിക്കെതിരെ BJP പ്രവർത്തകനായ CR സുജിത് കുമാർ സ്വതന്ത്രനായി മത്സരിക്കും. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സുജീഷ. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ 40 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ ചൊവ്വാഴ്ച തുടക്കമാകും. 4 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം TCV സമഗ്രമായ പ്രേക്ഷകരിലെത്തിക്കും. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മണ്ഡലകാലത്തിന് തുടക്കമായി. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരങ്ങളെത്തി. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയറും നിലവിൽ LDF കൃഷ്ണാപുരം ഡിവിഷൻ കൗൺസിലറുമായ ബീന മുരളി കൗൺസിലർ സ്ഥാനവും CPI അംഗത്വവും രാജിവെച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ബീന മുരളി. സീറ്റ് വെച്ച് മാറലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത്. ആ രണ്ടാമത്തെ തവണ ജനറൽ സീറ്റിലാണ് മത്സരിച്ചത്. ജനറൽ സീറ്റിൽ 8 ആണുങ്ങൾ മത്സരിക്കുമ്പോൾ അവരുടെ കൂടെ ഞാനൊരു സ്ത്രീയെ കൂടിയിട്ട് 9 പേരാണ് മത്സരിച്ചത്. അതിൽ 400ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിക്കുന്നത്. പക്ഷേ CPI പാർട്ടിയോട് ഒരു സ്ഥാനം എന്തെങ്കിലും നാളിതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും ഒരു കൊല്ലെങ്കിലും എനിക്ക് താ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഒരു മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗമായ എനിക്ക് CPIയുടെ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനം കളയാനുള്ളൊരു കഴിവുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നേതാക്കന്മാർക്ക് ഇന്നിപ്പോൾ എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് TVയുടെ പല ചാനലുകളും ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. ഇവർക്ക് അന്നേ എന്നെ പുറത്താക്കായിരുന്നില്ലേ? അന്ന് പാർട്ടിക്ക് കളങ്കം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇവർക്ക് പാർട്ടിയിൽ നിന്ന് ഇവരെന്നെ പുറത്താക്കേണ്ടതല്ല. അതല്ല സത്യം. ഏറെ വർഷങ്ങളായി CPI പ്രതിനിധീകരിക്കുന്ന കൃഷ്ണാപുരം ഡിവിഷൻ ജനതാദളിനെ കൈമാറിയ പാർട്ടി നടപടിയിൽ പ്രതിഷേധിച്ചാണ് കൗൺസിലർ സ്ഥാനവും CPI അംഗത്വവും രാജിവെച്ചതെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ബീന മുരളി TCVയോട് പറഞ്ഞു. ഞാൻ ആകെ ആവശ്യപ്പെട്ടത് നിങ്ങൾ എന്നെ മത്സരിപ്പിക്കേണ്ട. പാർട്ടി പറഞ്ഞിട്ട് 3 തവണ മത്സരിപ്പിക്കുള്ളൂ എന്ന്. വേണ്ട, നമുക്കിത് മതി. പക്ഷേ നിങ്ങൾ സീറ്റ് പിടിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് CPIയുടെ സീറ്റ് നിലനിർത്തി കൊണ്ടുപോവുക. അരിവാൾ ധാന്യക്കെതിര് അടയാളത്തിൽ ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിയെ നിർത്തി മത്സരിപ്പിക്കുക എന്ന് മാത്രം ആവശ്യപ്പെട്ടെ. പക്ഷെ അങ്ങനെ ഒരാളെ നിർത്തി ജയിച്ചില്ലെങ്കിലോ ബീനയ്ക്ക് സീറ്റ് കൊടുക്കേണ്ടി വന്നാലോ എന്നുള്ള ആ ഒരു ഭീതി മൂലമാണ് ഇവർ ഈ സീറ്റ് വിട്ടുകൊടുത്തത്. അതെനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ടായതാണ്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്ന ഒരു ഭരണമാണ് തൃശ്ശൂർ. സത്യത്തിൽ തൃശ്ശൂർ മണ്ഡലം ജില്ലാ കമ്മിറ്റിയിലെ ചില 1-2 ആളുകളും, അല്ലാണ്ട് എല്ലാവരും ഒന്നുമില്ല. ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗം നേതാക്കന്മാർ വളരെ നല്ല സൗമ്യമായവരും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ. പക്ഷെ ചില 1-2 ആളുകൾ 2005, 2010, 2015, 2020, 2020, 2025 വർഷങ്ങളിൽ കൃഷ്ണാപുരം ഡിവിഷൻ കൗൺസിലറും 2017 1 വർഷം ഡെപ്യൂട്ടി മേയറുമായിരുന്നു ബീന മുരളി. തന്നെ ഒഴിവാക്കാനായി പാർട്ടി കൃഷ്ണാപുരം ഡിവിഷൻ തന്നെ ഉപേക്ഷിച്ചതിലും ഡിവിഷനിൽ പാർട്ടി ചിഹ്നത്തിൽ വേറെ ആരെയെങ്കിലും മത്സരിപ്പിക്കണമെന്ന തന്റെ ആവശ്യം പരിഗണിക്കാതിരുന്നതും ഏറെ ദുഃഖകരവും പ്രതിഷേധാർഹവുമാണ്. ഇപ്പോൾ CPMന്റെ 2 നേതാക്കന്മാരുടെ വീഡിയോ വന്നിരുന്നു. എന്നോട് ഈ സീറ്റ് CPM മേടിച്ച് ബീന അതിൽ മത്സരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ട് വന്നേ. അപ്പൊ CPMന് പോലും ആവേശമുണ്ട്. പക്ഷെ അത്രയും പോലും CPIയുടെ തൃശ്ശൂർ ഘടകത്തിന് ഉണ്ടായില്ല. ഞാനൊന്ന് ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് CPIയുടെ സീറ്റ് വിട്ടുകൊടുത്തു? ആ സീറ്റ് പിടിക്കണം. CPIയുടെ സീറ്റ് പിടിച്ച് ഇവിടെ ഒരാളെ CPIക്ക് മത്സരിക്കണം. എന്നെ നിങ്ങൾ നിർത്തണ്ടെന്ന് ഞാൻ വ്യക്തമായി മണ്ഡല സെക്രട്ടറിയോട് വിളിച്ച് പറഞ്ഞു. എന്നിട്ട് പോലും അവർ ആ സീറ്റ് കൈവിട്ടു എന്നുള്ളതാണ്.
അപ്പം ഞാൻ പറയണ പണ്ട് ഞാൻ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. പണ്ട് എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുടുകയെന്ന്. അപ്പോൾ ഒരു ബീനാമുരളീനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനത്തിനെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? തന്റെ രാജിയെക്കുറിച്ചറിഞ്ഞ CPM നേതാക്കൾ വീട്ടിലെത്തി ഇതേ ഡിവിഷനിൽ CPMന്റെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഉറപ്പു നൽകിയെന്നും എന്നാൽ ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയാകാതെ തികച്ചും സ്വതന്ത്രയായി മത്സരിക്കാനുള്ള ഉറച്ച തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും ബീന മുരളി വ്യക്തമാക്കി. ഇതോടെ LDFിലെ നിലവിലെ 2 കൗൺസിലർമാർ ഒരേ ഡിവിഷനിൽ നിന്ന് LDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന അപൂർവ സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായി കൃഷ്ണാപുരത്തു നിന്ന് മത്സരിക്കുന്ന ഷീബ ബാബു കോർപ്പറേഷൻ ഭരണസമിതിയിലെ LDF കൗൺസിലറായിരുന്നു. TCV തൃശൂർ. ഗുരുവായൂരിൽ CPIയിൽ പൊട്ടിത്തെറി. CPI നേതാവും നഗരസഭാ മുൻ വൈസ് ചെയർമാനുമായ അഭിലാഷ് വി ചന്ദ്രൻ പാർട്ടി വിട്ടു. CPI മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KK വത്സരാജിനും സഹോദരൻ KK ജ്യോതിരാജിനുമെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചാണ് അഭിലാഷ് പാർട്ടി വിട്ടത്. CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗവും പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമാണ് അഭിലാഷ് വി ചന്ദ്രൻ. 2015 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിലെ 26-ാം വാർഡായ ഇരിങ്ങപ്പുറം സൗത്തിൽ നിന്ന് 469 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അഭിലാഷ് വി ചന്ദ്രൻ വിജയിച്ചത്. തുടർന്ന് ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാനായി. വത്സരാജും ജ്യോതിരാജും അധികാരത്തണലിൽ പാർട്ടിയെ ആളുകളിൽ നിന്നും അകറ്റുകയാണെന്നും പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അഭിലാഷ് രാജിക്കുറിപ്പിൽ ആരോപിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPIയിൽ കലഹം. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നിന്നും ലോക്കൽ സെക്രട്ടറി ഇറങ്ങിപ്പോയി. സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിക്കാനായി ചേർന്ന യോഗത്തിൽ നിന്നും എറിയാട് ലോക്കൽ സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള ഇറങ്ങിപ്പോവുകയായിരുന്നു. ലോക്കൽ കമ്മിറ്റി നൽകിയ പാനലിൽ നിന്നാണ് മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ 2 ബ്ലോക്ക് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ മാറ്റണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി ലോക്കൽ കമ്മിറ്റി അംഗം അറിയിച്ചു. യുവ കലാസാഹിതി ഭാരവാഹി കൂടിയായ നിസാർ എറിയാടാണ് പാർട്ടി വിട്ടത്. കൊണ്ടാഴിയിൽ CPIയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറി. CPI മുതിർന്ന നേതാവും ചേലക്കര CPI മണ്ഡലം കമ്മിറ്റി അംഗവുമായ PR വിശ്വനാഥൻ കൊണ്ടാഴി പഞ്ചായത്തിലെ പാറമേൽപ്പടി 5-ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കും. AIYF നേതാവായ കൃഷ്ണകുമാറിനെതിരെയാണ് വിശ്വനാഥൻ മത്സരിക്കുന്നത്. വിശ്വനാഥനെ ചേലക്കര CPI മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു വിശ്വനാഥൻ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. വടൂക്കര 41-ാം ഡിവിഷനിൽ BJPയുടെ റിബൽ സ്ഥാനാർത്ഥിയായി CR സുജിത് കുമാർ മത്സര രംഗത്ത്. പ്രാദേശിക വികാരം കണക്കിലെടുക്കാതെയാണ് NDA സ്ഥാനാർത്ഥിയായ സദാനന്ദൻ വാഴപ്പുള്ളിയെ നിയമിച്ചതെന്നാണ് ആരോപണം. തൃശൂർ കോർപ്പറേഷനിലെ 41-ാം ഡിവിഷനായ വടൂക്കരയിലാണ് NDA സ്ഥാനാർത്ഥിയായ സദാനന്ദൻ വാഴപ്പുള്ളിക്കെതിരെ BJP പ്രവർത്തകനായ CR സുജിത് കുമാർ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. നേരത്തെ 40-ാം ഡിവിഷനായിരുന്ന ഇവിടെ കോൺഗ്രസ് കൌൺസിലറായി മത്സരിച്ച് ജയിച്ച സദാനന്ദൻ വാഴപ്പുള്ളി NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ട പ്രകാരമാണ് മത്സരിക്കുന്നതെന്ന് സുജിത് കുമാർ പറഞ്ഞു. 20 വർഷത്തോളം പാർട്ടിയെ വളർത്തുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സുജിത് കുമാർ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാതെയാണ് പത്മജ വേണുഗോപാലിന്റെ നോമിനിയായി 2 മാസം മുൻപ് മാത്രം പാർട്ടിയിൽ ചേർന്ന സദാനന്ദൻ വാഴപ്പുള്ളിക്ക്
സീറ്റ് നൽകിയതെന്ന് പ്രവർത്തകർ പറയുന്നു. പ്രാദേശിക പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകരുടെ തീരുമാനപ്രകാരം മത്സരിക്കാൻ തയ്യാറായതെന്ന് CR സുജിത് കുമാർ പറഞ്ഞു. 15 വർഷം 20 വർഷമായിട്ട് സജീവമായിട്ട് നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് നല്ല രീതിയിൽ BJPക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം വർഗീയത, ഇവിടെ ന്യൂനപക്ഷം സംവിധാനം നല്ല രീതിയിലുള്ളതാണ്. ക്രിസ്ത്യൻ വോട്ടായാലും മുസ്ലിം വോട്ടായാലും നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ 1570 വോട്ടിൽ എത്തിയാണ് പാർട്ടി 1ാം സ്ഥാനത്ത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ. ഇത്രത്തോളം എത്താനായിട്ട് ഈ കാണുന്ന ചെറുപ്പക്കാരായി എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി വലുതായി, പാർട്ടിയിൽ വോട്ടായി എന്ന് പറഞ്ഞപ്പോൾ ഈ 1570 വോട്ടാക്കാൻ പ്രവർത്തിച്ച പ്രവർത്തകരെ വാക്കിന് വലിയില്ല. പകരം അത് കണ്ടുവന്ന മറ്റു പാർട്ടിയിൽ നിന്ന് ചാടി വന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ പിടിച്ചിവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ പ്രവർത്തകർക്ക് എല്ലാവർക്കും മാനസിക വിഷമമായി. എല്ലാവരും മാറി നിൽക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് ആദ്യം എത്തി. പിന്നെ എല്ലാവരും പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് മത്സരിക്കാം. ഇത്ര കാലം പാർട്ടിക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്ത് നമ്മളായതുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. ടാക്സി ഡ്രൈവറും നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായിരുന്ന സുജിത് കുമാർ കഴിഞ്ഞ 1.5 വർഷമായി സജീവ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നു. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജി. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി മാറുകയാണ് പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്. പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള അവഗണനയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിക്കാത്തതുമാണ് കൊഴിഞ്ഞുപോക്കിന് കാരണം. കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ കൂട്ടരാജിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജിഷ കള്ളിയത്തും പാർട്ടി വിടുന്നത്. BJP ഓഫീസിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനിൽ നിന്ന് സുജിഷ അംഗത്വം സ്വീകരിച്ചു. ഇവരോടൊപ്പം ചേർപ്പിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തക ഷാലി ജഗനും BJPയിൽ ചേർന്നു. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിച്ചു വരികയും 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചു വരുന്ന തനിക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത അവഗണനയാണ് BJPയിൽ ചേരാനിടയാക്കിയതെന്നാണ് സുജിഷ പറയുന്നത്. രാഷ്ട്രീയം തന്നെ വിടാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് BJP പ്രവേശനമെന്നും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്നും അവസരം കിട്ടിയാൽ മത്സരിക്കുമെന്നും സുജിഷ കള്ളിയത്ത് പറയുന്നു. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തന രംഗത്ത് വന്നത്. ഇപ്പോൾ ഈ സമയത്ത് പ്രധാനമന്ത്രിയുടെ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരന്മാരെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ആ വിഷനുകളൊക്കെ കണ്ടപ്പോൾ അത് നമ്മുടെ ഈ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് അതിലുള്ളത്. അത് തുടർന്നുകൊണ്ട് പോവാൻ, അത് പ്രാവർത്തികമാക്കാൻ അതിൻ്റെ ഒരു ഭാഗമാകണമെന്ന് തോന്നി. ആ ഒരു തോന്നലോട് കൂടിയിട്ടാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. രാഷ്ട്രീയം തന്നെ വിടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത്തവണ മുതൽ മത്സരത്തിനേ ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ മാറി നിന്നത്. ആ സമയത്താണ് വരദ ആ ഒരു മിഷനുമായിട്ട് നമ്മുടെ സഹോദരന്മാരെ എത്തിയത്. അപ്പം അത് വായിച്ചപ്പോൾ തോന്നി മാറി നിൽക്കേണ്ട, നമ്മളെ ആർക്കാണ് ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ സേവനം ആർക്കാണ് ആവശ്യം, അവർക്കത് നൽകേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിലൊരു പൗര എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീണ്ടും വിചാരത്തിന് മുന്നിട്ടിറങ്ങിയത്. രാജ്യവ്യാപകമായി BJPയിലേക്ക് കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും ചെറുതും വലുതുമായ ധാരാളം നേതാക്കൾ കടന്നുവരുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. 1000 കോടി രൂപയുടെ കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശം നേരിടുന്ന INTUC നേതാവ് R ചന്ദ്രശേഖരനെ സഹായിക്കുന്ന നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടേതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വടൂക്കരയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ കൗൺസിലർ സദാനന്ദൻ വാഴപ്പുള്ളി ആ മേഖലയിൽ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും 6 മാസം മുൻപ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതാണെന്നും BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. TCV തൃശൂർ. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ 40 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ് 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. എറണാകുളം കലൂരിലുള്ള ഒരു ഹോട്ടലിലെ ജീവനക്കാർ അതിരപ്പള്ളിയിൽ വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു. പൊന്നാനി സ്വദേശി നേഹയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹാജിഷ, ശ്രീരാഗ്, ആയിഷ, ഷിമ, സഫാൻ, ആൻസിയ, ക്ലാര, മിലി, മുഹമ്മദ് സുൽത്താൻ എന്നിവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 8 പേർ ഹോട്ടൽ ജീവനക്കാരാണ്. വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെയായിരുന്നു അപകടം. കാർ പിന്നിലേക്ക് എടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പുഴ തീരത്ത് വരെ നിയന്ത്രണം തെറ്റിയ കാർ എത്തി. സംഭവം നടന്നയുടൻ ടൂറിസം പോലീസും അതിരപ്പള്ളിയിലെ വനസംരക്ഷണ പ്രവർത്തകരുമെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ആമ്പല്ലൂരിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കാലിന് പരിക്കേറ്റ ഇരിങ്ങാലക്കുട സ്വദേശി ജോർജിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജോർജ് ഓടിച്ചിരുന്ന ആഡംബര ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ഹാൻഡിൽ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട് വട്ടം തിരിഞ്ഞ ബൈക്കിൽ നിന്ന് ജോർജിന്റെ കാലുകൾ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണത്തിന് സ്ഥാപിച്ച കോൺക്രീറ്റ് ബാരിക്കേഡിൽ ഇടിക്കുകയായിരുന്നു.
36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ ചൊവ്വാഴ്ച തുടക്കമാകും. 8500-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിന്റെ ഭാഗമാകും. 4 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം 22 വേദികളിലായാണ് നടക്കുന്നത്. കലോത്സവത്തിന് മുന്നോടിയായി സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള ഘോഷയാത്ര നടന്നു. കലോത്സവത്തിലെ പ്രധാന ഇനങ്ങൾ TCV സമഗ്രമായി പ്രേക്ഷകരിലെത്തിക്കും. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഇരിങ്ങാലക്കുടയിലെത്തി. സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന 117 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പാണ് വിജയികൾക്ക് സമ്മാനിക്കുക. TN പ്രതാപൻ കൊടുങ്ങല്ലൂർ MLA ആയിരുന്ന കാലത്താണ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തിയത്. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും ഘോഷയാത്രയായി സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയായ ടൗൺ ഹാളിൽ എത്തിച്ചു. സംവിധായകൻ പ്രേംലാൽ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒന്നാം സ്ഥാനക്കാർക്കായി ഒരുക്കിയിട്ടുള്ള കടന്നു വരുന്നത് കലോത്സവത്തിന്റെ വിളംബര ജാഥയാണ്. ഇരിങ്ങാലക്കുടയെ പുളകമണിയിച്ചുകൊണ്ട് ഈ വഴിത്താരയെ അനുഗമിക്കുക. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പാലുകാച്ചൽ ചടങ്ങ് നടന്നു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PK ഭരതനാണ് അടുപ്പിൽ തീ പകർന്നത്. 4 ഉപജില്ലകളിൽ നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും സമാഹരിച്ച പച്ചക്കറികൾ കൊണ്ടാണ് കലവറ നിറച്ചത്. ടൗൺ ഹാളിന് സമീപമുള്ള ഗായത്രി ഹാളിലാണ് ഭക്ഷണമൊരുക്കുന്നത്. ജനുവരിയിൽ തൃശൂരിൽ നടക്കുന്ന 46ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ജനുവരി 22 മുതൽ 25 വരെ നടക്കുന്ന കലാമേളയ്ക്ക് തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ജനറൽ കൺവീനർ P ജയപ്രസാദ്, PTA വൈസ് പ്രസിഡന്റ് CB ബൈജു, PTA എക്സിക്യൂട്ടീവ് അംഗം സുഹൃതകുമാർ, പ്രോഗ്രാം കൺവീനർ S ശ്രീകുമാർ, മീഡിയ കൺവീനർ HB ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. വൃശ്ചികപ്പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. മണ്ഡലകാല ആരംഭത്തിൽ തന്നെ ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് കഴിയുന്നതുവരെ ഗുരുവായൂർ ക്ഷേത്രനഗരി ശരണം വിളികളാൽ മുഖരിതമാകും. എവിടെ നോക്കിയാലും വ്രതം നോറ്റ് കറുപ്പണിഞ്ഞെത്തുന്ന തീർത്ഥാടക കൂട്ടം. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അധികവും. ക്ഷേത്രത്തിലെ ഉപദേവനായ അയ്യപ്പനു മുന്നിൽ മാലയിടാനും കെട്ടുനിറയ്ക്കാനുമായി തിരക്കേറും. ശബരിമലയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും തീർത്ഥാടകർ ഗുരുവായൂർ ഇടത്താവളമാക്കും. ശബരിമല തീർത്ഥാടകർക്ക് ദർശനത്തിന് പ്രത്യേക വരി ഒരുക്കിയിട്ടുണ്ട്. മണ്ഡലകാലത്തെ രാവിലെയുള്ള കാഴ്ചശീവേലിക്ക് പ്രത്യേകതകളുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഒരാനയും 3 പ്രദക്ഷിണവുമുള്ള കാഴ്ചശീവേലിയിൽ മണ്ഡലകാലം കഴിയുന്നതുവരെ 3 ആനകളും 5 പ്രദക്ഷിണവും ഉണ്ടാകും. ഇടുതുടി, വീരാണം എന്നീ വിശേഷവാദ്യങ്ങളും പ്രത്യേകതയാണ്. ഗുരുവായൂരപ്പന് പഞ്ചഗവ്യം അഭിഷേകമാണ് മണ്ഡലകാലത്തെ മറ്റൊരു സവിശേഷത. 40 ദിവസത്തെ പഞ്ചഗവ്യ അഭിഷേകവും 41ാം ദിവസത്തെ കളഭാട്ടവും മണ്ഡലകാല ചടങ്ങുകളിൽ അതിപ്രധാനമാണ്. ദിവസവും രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് പഞ്ചഗവ്യാഭിഷേകം. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ആദ്യ ദിനത്തിൽ പഞ്ചഗവ്യാഭിഷേകം നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ പഞ്ചഗവ്യാഭിഷേകവും ഉച്ചപൂജയും ഓദിക്കാന്മാരാണ് നിർവഹിക്കുക. ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്ത പഞ്ചഗവ്യം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ ഭദ്രദീപം തെളിഞ്ഞു. ഭക്തി നിറവിൽ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പകർന്നെത്തിച്ച ദീപം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് ചെമ്പൈ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിൽ തെളിയിച്ചതോടെയാണ് 15 ദിവസം നീളുന്ന സംഗീതാർച്ചനയ്ക്ക് ആരംഭമായത്. ക്ഷേത്രം അടിയന്തര വിഭാഗത്തിലെ നാദസ്വരം തവിൽ കലാകാരന്മാർ മംഗളവാദ്യം മുഴക്കി. ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗങ്ങളായ വൈക്കം വേണുഗോപാൽ, തിരുവിഴ ശിവാനന്ദൻ, ഗുരുവായൂർ മണികണ്ഠൻ, ആനയടി പ്രസാദ്, ചെമ്പൈ സുരേഷ് എന്നിവർ വാതാപി എന്ന് തുടങ്ങുന്ന ഗണപതി സ്തുതി ആലപിച്ചു. പ്രൊഫസർ S ഈശ്വരവർമ്മ വയലിനിലും N ഹരി മൃദംഗത്തിലും പക്കമേളമൊരുക്കി. തുടർന്ന് തൃശൂർ അയ്യന്തോൾ സ്വദേശി അദ്രിജ സിബിയുടെ കീർത്തനത്തോടെ സംഗീതാർച്ചന ആരംഭിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ?
അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ ഇത് ബഫറോഫിയ. അയ്യോ പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. വാൾ വീശി വധശ്രമം നടത്തിയ പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ചാവക്കാട് പോലീസ്. എടക്കഴിയൂർ സ്വദേശിയെ ദേഹോപദ്രവം ചെയ്തും വാൾ വീശിയും വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളായ എടക്കഴിയൂർ കാതിരിയ റോഡ് സ്വദേശി പണിക്ക വീട്ടിൽ ചാലിൽ വീട്ടിൽ ബഷീർ, അൻവർ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാക്കുതർക്കത്തിന്റെ വൈരാഗ്യത്തിൽ പ്രതികൾ എടക്കഴിയൂർ കാതിരിയ റോഡിൽ വെച്ച് ദേഹോപദ്രവം ചെയ്തും വാൾ വീശിയും വധശ്രമം നടത്തുകയായിരുന്നു. വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ബലാത്സംഗ കേസിലെ പ്രതിയെ ചെന്നൈ എയർപോർട്ടിൽ നിന്ന് വിയ്യൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടക്കഴിയൂർ കുറിഞ്ഞൂർ സ്വദേശി ചേരാത്ത് വലിയകത്ത് വീട്ടിൽ മുഹമ്മദ് മുർഷിദാണ് അറസ്റ്റിലായത്. പ്രതി സ്ത്രീയുമായി പ്രണയത്തിലാവുകയും പിന്നീട് പ്രണയത്തിൽ നിന്നും പിന്മാറി സ്ത്രീയുടെ അശ്ലീല ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി സ്ത്രീയെ തൃശൂരിലെ ലോഡ്ജിലേക്ക് വിളിച്ചുവരുത്തി ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗം പാണ്ടിമേളം പ്രമാണിയായി ചെറുശ്ശേരി കുട്ടന്മാരേറെ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. നിലവിലെ മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാർ വൈകുണ്ഠ ഏകാദശി നാളിലെ മേളത്തിന് ശേഷം മേളപ്രമാണി സ്ഥാനമൊഴിയും. മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് തിമിലിയിൽ കോമാട് മധുവും കോട്ടയിൽ രവി മദ്ദളത്തിലും പ്രമാണിമാരാകും. SIR ജോലി സമ്മർദ്ദം മൂലം പയ്യന്നൂരിൽ BLO അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. SIR നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മോബിഷ് P. തോമസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TG രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബുദ്ധിമുട്ടുള്ള വീടുകളായിരുന്നു ആ പ്രദേശത്തെ. അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ കോൺഗ്രസിന്റെയും അതുപോലെ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നു. അളഗപ്പനാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശബരിമലയ്ക്ക് വ്രതമെടുത്ത് കറുപ്പ് വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതായി പരാതി. സയൻസ് ഗ്രൂപ്പിലെ 2 വിദ്യാർത്ഥികളെയാണ് ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും ചേർന്ന് ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിട്ടത്. യൂണിഫോം ധരിക്കാതെ ക്ലാസ്സിൽ ഇരുത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു വനിതകളായ ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും കുട്ടികളെ പുറത്താക്കിയത്. ക്ലാസ് തുടങ്ങിയ ശേഷമായിരുന്നു ടീച്ചറുടെ നടപടി. യൂണിഫോം ധരിച്ചു വരാൻ പറഞ്ഞ് പുറത്താക്കിയ കുട്ടികൾ ബാഗ് എടുക്കാതെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് കുട്ടികൾ വീട്ടിലെത്തി രക്ഷിതാക്കളോട് വിവരം പറയുകയായിരുന്നു. സംഭവം പുറത്തറിഞ്ഞതോടെ BJP, കോൺഗ്രസ്, CPM നേതാക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി സ്കൂളിലെത്തി. പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ തർക്കത്തിലേക്ക് നീങ്ങിയതോടെ പുതുക്കാട് SHO ആദം ഖാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി. തുടർന്ന് സ്കൂൾ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ കുട്ടികളെ കറുപ്പ് വസ്ത്രം ധരിച്ച് ക്ലാസ്സിലിരുത്തി. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ നോമിനേഷൻ സമർപ്പിച്ചു. ഒല്ലൂർ സെൻട്രൽ ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജയ മുത്തിപ്പീടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തോടുള്ള കടുത്ത അതൃപ്തിയാണ് താൻ രേഖപ്പെടുത്തുന്നതെന്ന് ജയ മുത്തിപ്പീടിക പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആസൂത്രിതമായി നടത്തിയ അഴിമതിയാണെന്നും അതിന് പിന്നിൽ വലിയ കണ്ണികളുണ്ടെന്നും സത്യം പുറത്തു വരണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. ദേവസ്വം ബോർഡിലെ LDFന്റെ മുഴുവൻ നോമിനികളെയും തുറങ്കിലടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം AK ചന്ദ്രശേഖരൻ, BJP ജില്ലാ സെക്രട്ടറി EP ഹരീഷ്, EP ജാൻസി, TG രതീഷ്, ഷൈൻ നടിയിരിപ്പിൽ, BDJS മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അത് മുഴുവൻ നമ്മൾ സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലുള്ള 2 നമ്മുടെ ആധാരങ്ങൾ മുഴുവൻ നോക്കിമാരും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം എന്നുള്ള പ്രത്യേക. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ റോഡിൽ കാട്ടാനക്കൂട്ടത്തിന് സമീപം KSRTC ബസ് കേടായി കിടന്നത് പരിഭ്രാന്തി പരത്തി. തീറ്റ എടുത്തുകൊണ്ടിരുന്ന ആനകൾ പ്രകോപനമൊന്നും ഉണ്ടാക്കിയില്ല. യാത്രക്കാരായ 12ഓളം പേർ അതുവഴി വന്ന ഇരുചക്ര വാഹനങ്ങളിലും നടന്നുമായി സംഭവ സ്ഥലത്തു നിന്നും പോയി. പ്ലാന്റേഷൻ വഞ്ചിക്കടവ് ഭാഗത്ത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. പ്ലാന്റേഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോയ ബസ്സാണ് ബ്രേക്ക് ഡൗൺ ആയത്. ഏകദേശം 30 മീറ്റർ അകലെയാണ് ആനകൾ നിന്നത്.
സ്ഥിരമായി ആനകൾ സഞ്ചരിക്കുന്ന ഭാഗമായതിനാൽ ആളുകൾക്ക് വലിയ ഭയപ്പാടുണ്ടായിരുന്നില്ല. പിന്നീട് ചാലക്കുടിയിൽ നിന്നും മറ്റൊരു ബസ് എത്തി കേടായി കിടന്ന ബസിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. ചാലക്കുടിയിൽ 9 കിലോ കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ. നൂർ സലീം, ഹിൽട്ടൺ സിംഗ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായ പ്രതികളെ ചാലക്കുടി പോലീസിന് കൈമാറി. ഭാരതപ്പുഴയിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച പുഴമണലുമായി 2 പേരെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ദേശമംഗലം മനപ്പടിയിൽ രാത്രികാല പട്രോളിംഗിനിടെ ചെറുതുരുത്തി പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് 60ഓളം ചാക്ക് പുഴമണൽ കടത്താൻ ശ്രമിച്ച ദേശമംഗലം പള്ളം സ്വദേശികളായ സതീഷ്, ജിഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ CM ജമാലുദ്ദീന് നേതൃത്വത്തിലുള്ള സംഘമാണ് മണൽ പിടികൂടിയത്. മാള വൈന്തലയിൽ നടന്നുപോയ അങ്കണവാടി അധ്യാപികയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല കവർന്നു. വെണ്ണൂർ പ്രതിഭാ സെന്റർ സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ മോളി ജോർജിന്റെ 3 പവന്റെ മാലയാണ് ബൈക്കിലെത്തിയ യുവാവ് പൊട്ടിച്ചത്. അങ്കണവാടിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയായിരുന്നു സംഭവം. മയൂഖം സാഹിത്യ സാംസ്കാരിക വേദിയുടെ വാർഷിക സമ്മേളനം തൃശൂരിൽ സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. മയൂഖം സാഹിത്യ സാംസ്കാരിക സമിതി പ്രസിഡന്റ് KS ആശാലത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഹരികുമാർ ചങ്ങമ്പുഴ, അനന്തപത്മനാഭൻ, രാജേഷ് പുല്ലം തുടങ്ങിയവർ സംസാരിച്ചു. KR രേണുകയുടെ മീസാനിൽ ലിഖിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ നിർവഹിച്ചു. എഴുത്തുകാരി സുമംഗല ഏറ്റുവാങ്ങി. സംസ്ഥാനപാത നവീകരണ പ്രവർത്തനങ്ങൾക്കായി കുന്നംകുളം പാറയമ്പാടത്ത് സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് കമ്പികൾ മോഷ്ടിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശികളായ അത്താർ ഷെയ്ഖ്, സെയ്നുൽ ഹക്ക് എന്നിവരാണ് അറസ്റ്റിലായത്. പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന EKK കമ്പനിയുടെ കമ്പികളാണ് മോഷണം പോയത്. പാറമ്പാടത്തെ പാതയോരത്ത് കൂട്ടിയിട്ടിരുന്ന 12 mm കനവും 1 മീറ്റർ നീളവുമുള്ള 250ഓളം കമ്പികളാണ് മോഷണം പോയത്. 2 പേർ വാഹനത്തിൽ ഇരുമ്പ് കമ്പികൾ കയറ്റിക്കൊണ്ടുപോകുന്നത് കണ്ട പ്രദേശവാസികൾ കമ്പനി അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. മേഖലയിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,445 രൂപ, പവന് 91,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ ബീന മുരളി CPIയിൽ നിന്ന് രാജിവെച്ചു. കൃഷ്ണാപുരം ഡിവിഷനിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് ബീന മുരളി. ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് V ചന്ദ്രൻ CPIയിൽ നിന്ന് രാജിവെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തൃശൂരിൽ BJPയിൽ പൊട്ടിത്തെറി. കോർപ്പറേഷൻ 41-ാം ഡിവിഷനിൽ BJPക്ക് വിമത സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി സദാനന്ദൻ വാഴപ്പള്ളിക്കെതിരെ BJP പ്രവർത്തകനായ CR സുജിത് കുമാറാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സുജീഷ. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ 40 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ ചൊവ്വാഴ്ച തുടക്കമാകും. 4 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം TCV സമഗ്രമായി പ്രേക്ഷകരിലെത്തി. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മണ്ഡലകാലത്തിന് തുടക്കമായി. വൃശ്ചികപ്പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരങ്ങളെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.